നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ഒരു നിമിഷമുണ്ടായി. ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, LDF ചരിത്ര വിജയം നേടും. UDFന്റെ അതിർത്തികൾ പോലും LDFനെ സ്വീകരിക്കുകയാണ്. സഖാവെ, താങ്കളുടെ ആത്മവിശ്വാസം അഭിനന്ദനാർഹമാണ്, കയ്യടി അർഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ചരിത്ര വിജയം പ്രവചിക്കുന്നതിന് പിന്നിൽ കേരളത്തിലെ ജനത മറക്കില്ലാത്ത ചില കറുത്ത അധ്യായങ്ങളുണ്ട്. അത് നിങ്ങൾ മറന്നത് നടിക്കരുത്. താങ്കളുടെ സർക്കാർ വിശ്വാസ സമൂഹത്തോട് ചെയ്ത ക്രൂരതകൾ, ശബരിമലയിലെ ആ കലുഷിത ദിനരാത്രങ്ങൾ, സ്വർണക്കൊള്ളയുടെയും മറ്റ് അഴിമതി ആരോപണങ്ങളുടെയും കറ പുരണ്ട താങ്കളുടെ ഭരണ നേട്ടങ്ങൾ, ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രമേൽ ഉറപ്പോടെ ഈ ചരിത്ര വിജയം പ്രവചിക്കാൻ കഴിയുന്നത്? LDF വരും, എല്ലാം ശരിയാകും, എല്ലാം ശരിയായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ആത്മവിശ്വാസത്തിന്റെ ഉറവിടമാണ്. അത് ഭരണ മികവാണോ, അതോ സത്യങ്ങളെ മൂടിവെച്ച് വിശ്വാസികളെ കബളിപ്പിച്ച് നേടിയെടുക്കുന്ന രാഷ്ട്രീയ നേട്ടമാണോ? നമുക്കെല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. ഒപ്പം ലൈംഗിക വൈകൃത കുറ്റവാളികളെ ന്യായീകരിക്കുന്നവർക്കെതിരായ അദ്ദേഹത്തിന്റെ നിലപാടിലെ ഇരട്ടത്താപ്പും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ അറിയേണ്ട പുറത്തു വരാത്ത ചില സത്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തിൽ സർക്കാർ കർക്കശമായ നിലപാടെടുത്തത്രേ. ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഇത്ര കൃത്യത്തോടെ നടപടി ഉണ്ടാകില്ല എന്ന് വിശ്വാസികൾ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ പിന്തുണയുണ്ടത്രേ. എന്തൊരു വിരോധാഭാസം! കേരളത്തിലെ വിശ്വാസ സമൂഹം ഒരു നിമിഷം ചിന്തിക്കുക. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് ഇപ്പോൾ പറയുന്ന അതേ മുഖ്യമന്ത്രിയല്ലേ മാസങ്ങളോളം കേരളത്തെ കലാപഭൂമിയാക്കിയത്? നടക്കാൻ പാടില്ലാത്തത്, ആ നടക്കാൻ പാടില്ലാത്തത് നടത്തിയത് ആരാണ്? യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ പോലീസ് സംരക്ഷണത്തിൽ ആക്ടിവിസ്റ്റുകളെ മലകയറ്റിയത് ആരാണ്? ശാന്തമായി നീങ്ങിക്കൊണ്ടിരുന്ന വിഷയത്തെ വിശ്വാസികളുടെ വികാരം വകവയ്ക്കാതെ ഭരണകൂടത്തിന്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചത് ഇവിടെ ആരാണ്? ഭക്തരെ തെരുവിൽ തല്ലിച്ചതച്ചത് ആരാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. താങ്കളുടെ നേതൃത്വത്തിലുള്ള അതേ സർക്കാർ താങ്കൾ തന്നെയാണെന്ന് മുഖ്യമന്ത്രിയായിരുന്നത്. കർക്കശ നിലപാടും പിന്തുണയും, അതായത് താങ്കളുടെ ഈ കർക്കശ നിലപാട് കണ്ടാണ് ഭക്തർക്ക് താങ്കളോട് ദേഷ്യവും അമർഷവും ഉണ്ടായത്. നടപടി എന്നത് ഭക്തരെ ജയിലിൽ അടച്ചതും ലാത്തിചാർജ് നടത്തിയതും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതുമാണ്. സ്വർണക്കൊള്ളയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് ഇന്ന് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDFനെയും BJPയെയും കുറ്റം പറഞ്ഞ വിശ്വാസികളുടെ പിന്തുണ അവകാശപ്പെടുന്നത് ഏത് ധാർമ്മികതയുടെ പേരിലാണ്? ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് താങ്കൾ ഇങ്ങനെ പറയുമ്പോ ഭക്തരുടെ മനസ്സിലെ മുറിവുകൾ കരിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. താങ്കളുടെ രാഷ്ട്രീയ ബുദ്ധിയിൽ ഈ പ്രസ്താവന വെറുമൊരു വോട്ട് നേടാനുള്ള തന്ത്രം മാത്രമാണ്. പക്ഷേ അയ്യപ്പന്റെ പേരിൽ കണ്ണീരൊഴുക്കിയ വിശ്വാസികളെ അത്ര എളുപ്പത്തിൽ കബളിപ്പിക്കാൻ കഴിയുമെന്ന് കരുതരുത്. മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദങ്ങൾക്കിടയിൽ കൂടുതൽ ഗൗരവമായ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തിനാണ് താങ്കൾ ശബരിമലയുടെ വൈകാരികതയെ വീണ്ടും കുത്തിപ്പൊക്കുന്നത്? ജനശ്രദ്ധ വഴിതിരിച്ചു വിടാനാണോ? ശബരിമല വിഷയം പറയുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു അഴിമതി ആരോപണമുണ്ട്. ഓർക്കുക, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡിന്റെ മറവിൽ നടന്ന വലിയ സാമ്പത്തിക ക്രമക്കേടാണ്. ഭക്തർ അയ്യപ്പന് സമർപ്പിച്ച സ്വർണ്ണ ഉരുപ്പടികൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിലും അതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഗുരുതരമായ വീഴ്ചകളുണ്ടായി. മറച്ചു വിറ്റ് സ്വർണം ചെമ്പാക്കി വീണ്ടും ഭക്തരെ കബളിപ്പിക്കുന്നു. സ്വർണ്ണാഭരണങ്ങളുടെ കുറവ്, ഇതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണം, സുതാര്യത ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ പരാജയം, എല്ലാം നമ്മൾ പറഞ്ഞേ തീരൂ. ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ സർക്കാർ എന്ത് കർക്കശ നിലപാടാണ് എടുത്തത്? എങ്ങനെ എടുക്കാനാണല്ലേ? സ്വന്തം ആൾക്കാരല്ലേ, നിങ്ങൾ സ്വന്തമല്ലേ കട്ടുപിടിച്ചത്? വിശ്വാസികളുടെ പണം, അവരുടെ സമർപ്പണം ദുരുപയോഗം ചെയ്യപ്പെട്ടപ്പോ താങ്കളുടെ സർക്കാർ കാഴ്ചക്കാരായിരുന്നില്ലേ? ഈ വിഷയം ഇന്നും കോടതികളുടെ പരിഗണനയിലാണ്. എന്നിട്ടും ശബരിമലയിലെ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഈ സാമ്പത്തിക ക്രമക്കേടുകളെ താങ്കൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതുകൂടാതെ സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ അഴിമതി, പ്രളയ ഫണ്ട് തട്ടിപ്പ്, അതുപോലെ തന്നെ മാസപ്പടി, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു ഭരണകൂടം ഉണ്ടായിട്ടില്ല. ഈ അഴിമതിക്കറ മായ്ച്ചു കളയാൻ താങ്കൾക്ക് കഴിയില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് താങ്കൾ ചരിത്ര വിജയം പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ വോട്ടർമാരെ കളിയാക്കുന്നതിന് തുല്യമായിട്ടേ സത്യം പറഞ്ഞാൽ തോന്നുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ മറ്റൊരു നിർണായക വിഷയമുണ്ട്. യുവ നേതാവിനെതിരായ ലൈംഗിക പീഡന പരാതിയെ ന്യായീകരിച്ച KPCC നേതാവിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല. നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് ഈ പറഞ്ഞ ലൈംഗിക വൈകൃത കുറ്റവാളികൾ.
എന്ത് നടപടിയാണ് നിങ്ങളും സ്വീകരിച്ചത്? യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടത്തിലാകുമെന്ന് ഇരകൾ ഭയക്കുന്നു. ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഏത് സാധാരണക്കാരനും കൈയടിച്ചു പോകും. പക്ഷേ ഇവിടെയും ചോദ്യങ്ങളുണ്ട്. യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടത്തിലാകുമെന്ന് ഇരകൾ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചത് ഇവിടെ ആരാണ്? ഒരുപാട് പ്രമുഖരായ പ്രതികളെ താങ്കളുടെ പോലീസ് സംരക്ഷിച്ചിട്ടില്ലേ? ഈ സംശയം പലർക്കുമുണ്ട്. അതുപോലെ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി പറയുന്നു അതിജീവിതയ്ക്കൊപ്പമാണ് നാടും സർക്കാരും ഉള്ളത്. സന്തോഷം. പക്ഷേ ഈ കേസിൽ നിങ്ങൾ എത്രത്തോളം ഇത് രാഷ്ട്രീയവൽക്കരിച്ചു? നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് നീണ്ടുപോയതും ഈ കേസിനെ ഇങ്ങനെയെല്ലാം ആക്കി തീർത്തതും കുറ്റവിമുക്തനായ വ്യക്തിയെ ഇത്രത്തോളം ചൂഷണം ചെയ്തതും നിങ്ങൾ തന്നെയല്ലേ? പ്രതിപക്ഷം ആരോപണം നേരിടുമ്പോൾ ഉടൻ സ്ത്രീലമ്പടന്മാർ എന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നും പറയുന്ന താങ്കൾ സ്വന്തം പാർട്ടിയിലെ പ്രമുഖർ സമാനമായ ലൈംഗിക ആരോപണങ്ങളിൽ പെട്ടപ്പോ എന്ത് നിലപാടാണ് എടുത്തത്? പലപ്പോഴും പാർട്ടി നേതാക്കളെ സംരക്ഷിച്ച ചരിത്രമല്ലേ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. വിമർശനങ്ങൾക്ക് അതീതനായി സത്യസന്ധനായ ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഇത്തരം വിഷയങ്ങളിലൊക്കെ ധാർമ്മികമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയൂ. താങ്കളുടെ വാക്കുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ്. ഇത്രയും നീണ്ട വർഷത്തെ നിങ്ങളുടെ ഭരണത്തിനിടയിൽ ഈ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതെല്ലാമാണ്. പ്രതിപക്ഷത്തെ താറടിക്കാനുള്ള ഒരു നല്ല അവസരം അത്രമാത്രമേ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഉള്ളൂ. അവസാനമായി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയ സംഘടനയാണ്. വോട്ടിന് വേണ്ടിയാണ് UDF അവരെ കൂടെ കൂട്ടിയതെങ്കിൽ അത് നടക്കില്ല. ഇവിടെയും LDF ഇരട്ടത്താപ്പ് കാണിക്കുന്നതെല്ലാം നമ്മൾ പലതവണ കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ബഹുജനങ്ങൾ തള്ളിയ സംഘടനയായി ചിത്രീകരിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് സമാനമായ മറ്റു സംഘടനകളുമായി LDF രഹസ്യ ബന്ധങ്ങളും ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? നമ്മൾ അയ്യപ്പ സംഗമത്തിലെല്ലാം കണ്ടതാണ്. സമുദായ നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ തോളോട് തോൾച്ചുരുന്നുള്ള നിൽപ്പെല്ലാം. മതപരമായ സ്വാധീനമുള്ള എല്ലാ സംഘടനകളുമായും അവസരം കിട്ടുമ്പോൾ എല്ലാം സഖ്യമുണ്ടാക്കുന്നത് കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും പതിവാണ്. UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത് വോട്ടിന് വേണ്ടിയാണെങ്കിൽ LDF മറ്റ് ചെറു ന്യൂനപക്ഷ പാർട്ടികളേക്ക് കൂടെ നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാ രാഷ്ട്രീയ നീക്കങ്ങൾക്കും പിന്നിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം തന്നെയേ ഉള്ളൂ. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ മറച്ചുവെച്ച് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെ മാത്രം വിമർശിക്കുന്നത് അങ്ങേയറ്റം അവസരവാദപരമായ രാഷ്ട്രീയമാണ്. നിങ്ങൾക്കെല്ലാം അതേ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല എന്ന് നമുക്കെല്ലാം മനസ്സിലായതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ LDFന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം മാത്രമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. അവർക്ക് ശബരിമലയിലെ പീഡനവും സ്വർണ്ണക്കൊള്ളയും അഴിമതി ആരോപണങ്ങളും ഇരട്ടത്താവും എല്ലാം കൃത്യമായി നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വോട്ടർമാരെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ചരിത്ര വിജയം കേട്ട് നിങ്ങൾ വീടരുത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ മറച്ചുവെച്ച സത്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഏതൊരു തിരഞ്ഞെടുപ്പിലും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഒന്നും വാക്കുകളല്ല, മറിച്ച് ശബരിമലയിലെ വിശ്വാസികളുടെ കണ്ണീർ, ഭരണരംഗത്തെ അഴിമതികൾ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലെ ഇരട്ടത്താപ്പുകൾ, ഇവയെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. വോട്ടൊരു അവകാശമാണ്, അത് വിവേകത്തോടെ ഉപയോഗിക്കുക. ഒരു ചോദ്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവചിക്കുന്ന ഈ ചരിത്ര വിജയം യാഥാർത്ഥ്യമാകുമോ? അതോ വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.